നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരു ചെറിയ ദേഷ്യത്തിന് പുറത്ത് നമ്മൾ പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ എടുത്തുചാടി ചെയ്ത ഒരു പ്രവൃത്തി, അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടാകും. അത് പറയണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് അപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാഞ്ഞത്? വലിയ ഡിഗ്രിയോ ബുദ്ധിയോ, അതായത് IQ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിൽ വിജയിക്കില്ല. അവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ EQവിൻ്റെ പ്രസക്തി. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെയാണോ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വികാരങ്ങളാണോ നിയന്ത്രിക്കുന്നത്? നമുക്ക് നോക്കാം. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ തോക്കുണ്ട പോലെയാണ്. ഒരിക്കൽ വിട്ടാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പലരും പറയാറുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ മനസ്സിലൊന്നുമില്ല എന്ന്. പക്ഷേ ആ ദേഷ്യത്തിൽ നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ച ആ മനസ്സിനോട് ചോദിച്ചു നോക്കൂ, അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന്. ഇവിടെയാണ് പക്വതയുള്ള ഒരാൾ വ്യത്യസ്തപ്പെടുന്നത്. ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചാൽ ഉടനെ തിരിച്ചു വിളിക്കുന്നതല്ല ഹീറോയിസം. അവിടെ ഒരു 5 സെക്കൻഡ് പോസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ 5 സെക്കൻഡ് നിശബ്ദത മതിയാകും പല വലിയ തകർച്ചകളും ഒഴിവാക്കാൻ. റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ വികാരങ്ങളെ നമുക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. ഇമോഷണൽ ഇന്റലിജൻസിന്റെ മറ്റൊരു ഭാഗമാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നത്. ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറിയാൽ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ അയാൾ അത്രയും വലിയ മാനസിക വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. സ്വന്തം വികാരങ്ങളെ ചങ്ങലേക്കിടാൻ പഠിച്ചവൻ മാത്രമേ ലോകത്ത് ജയിച്ചിട്ടുള്ളൂ. ദേഷ്യം, സങ്കടം, അസൂയ ഇതൊക്കെ എല്ലാവർക്കും വരും. പക്ഷേ അതിനെ അടിമയാകാതെ അതിൻ്റെ മുകളിൽ സവാരി ചെയ്യാൻ നമുക്ക് കഴിയണം. ബുദ്ധിയുള്ളവരല്ല, വിവേകമുള്ളവരാണ് ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്തു നോക്കൂ, ജീവിതം എത്ര മനോഹരമാകുമെന്ന് കാണാം. ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കാറുള്ളത്? താഴെ കമൻറ്റ് ചെയ്യൂ, കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.